CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇനി അത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ വോട്ടെണ്ണലിന്. ഈ നിമിഷം എന്താണ് പറയാനുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഉറപ്പിച്ച് പറയാനുള്ള കാര്യം. എക്സിറ്റ് പോൾ ഉൾപ്പെടെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ, വിലയിരുത്തിയാൽ അതിലേക്കാണ് നമുക്കെത്താനാവുക. 100+ പറഞ്ഞ് വനവാസം പ്രഖ്യാപിച്ചവരെല്ലാം ഇപ്പോൾ പഴയതിൽ നിന്ന് മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും 60 മുതൽ 69 വരെ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുമെന്ന് എക്സിറ്റ് പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ജയിക്കുന്നു, അവർ ജയിക്കുന്നു, തോൽക്കുന്നു ഒക്കെ പറഞ്ഞിട്ടുള്ള സീറ്റുകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു ചിത്രമാണ് എക്സിറ്റ് പോൾ തന്നെ വരച്ച് കാട്ടിയിട്ടുള്ളത്. പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള സാധ്യതയാണ്. പക്ഷേ ഈ എക്സിറ്റ് പോളുകളിലും 70 സീറ്റൊന്നും പറയുന്നില്ല. പിന്നെ 2 ഉണ്ട്. അതിലധികം വേറെ ഇവിടെയുണ്ട് കിട്ടാൻ സാധ്യത. അതാണ് കാര്യം. അപ്പം അനുകൂലമെന്ന് കരുതുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ എക്സിറ്റ് പോൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഗവൺമെൻറ് വിരുദ്ധ വികാരം ഇല്ല എന്നാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയാവാൻ ഇനിയും സാധ്യത ആർക്കാണ് എന്ന് ചോദിച്ചപ്പോൾ സർവേ മുഴുവൻ പറഞ്ഞത് പിണറായി വിജയനാണെന്നാണ്. ഈ 2 പ്രധാനപ്പെട്ട പോസിറ്റീവായ കാര്യമല്ലേ. നെഗറ്റീവായ പിന്നെ വേറെ എന്താ ഉള്ളത്? UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ അലയടിക്കുന്ന ഗവൺമെൻറ് വിരുദ്ധ വികാരം ഉണ്ട് എന്നാണ്. അതില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അംഗീകരിച്ചത്. ഇപ്പോൾ ഏതായാലും പിണറായി വിരുദ്ധ വികാരം ഉണ്ടെന്നാണ് പറയുന്നത് UDF. അതിലൊന്നും അതുണ്ടെങ്കിൽ പിന്നെ പിണറായി വിജയനാണ് അടുത്ത മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് അവരുടെ സർവേയിൽ പറയില്ലല്ലോ. അതിന് കാര്യമില്ല. അതൊക്കെ അവർ വെറുതെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മധൈര്യമാണ്, വിശ്വാസമാണ്. ഇനി ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. നമ്മളതിൻ്റെ മേലെ കയറിയിട്ട് വേറെ വർത്തമാനം പാടൊന്നും കാര്യമില്ല. 4-ാം തീയതി ആകുമ്പോൾ അത് കൃത്യമായിട്ട് എങ്ങനെയെന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും മുമ്പിലെത്തും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നാലും ഒരു ഫിഗറിലേക്ക് പറയാൻ പറ്റുമോ? ഇപ്പം ഒരു മാഷ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 90 സീറ്റിന് മുകളിൽ എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ഉറപ്പിച്ച് ഒരു നമ്പർ പറയാൻ. അല്ല, നമ്പറൊന്നും ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം കിട്ടുന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ഒരു ഭൂരിപക്ഷം കിട്ടിയാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും അതിനെ തുടർന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത്രയേ ഉള്ളൂ. കേരളത്തിൽ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നത് പിണറായി തന്നെയാവുമെന്നാണ്. പക്ഷേ ഞങ്ങൾ സംഘടനാപരമായി തീരുമാനിക്കേണ്ടത് പിന്നീട് ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റിയും എല്ലാം തീരുമാനിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്യൂ. ഏതായാലും അവസാന നിമിഷത്തിലും തികഞ്ഞ ആത്മവിശ്വാസമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കുവയ്ക്കുന്നത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.